മേഷൻ പരിപാടി തുടങ്ങിയത്. ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈ ജിം എന്ന് പറയണത് ഏത് വട്ടിക്ക് പോകാമെന്ന്. കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മസിൽ വീർത്തു വരുമ്പോ ജിമ്മ എന്നല്ല അല്ലെന്ന് വിചാരം. എന്നാ അതല്ല, ഇതൊരു തപസ്യാണ്. മനോനിയന്ത്രണം, മോഹനിയന്ത്രണം, ശരീര നിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. ശരീര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ശരീരമൊക്കെ നിയന്ത്രിക്കുന്നത്. ആ സബാഷ്. മനസ്സിന് വഴങ്ങാത്തൊരു സാധനമാണ് ശരീരം. അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, പ്രേമിക്കാൻ പാടില്ല, ജീവിത അവസാനം വരെ കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണുങ്ങളുമായി യാതൊരു സഹവാസം പാടില്ല. അപ്പോ അമ്മയും പെങ്ങന്മാരും ഒക്കെ? അമ്മയും പെങ്ങന്മാരും വലിയ കുഴപ്പമില്ല. ഞാൻ പുറത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ ഇവിടെ ചേർക്കാം. സമ്മതമാണോ? സമ്മതമാണ്. ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായിരിക്കും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം? ഇല്ല. ആണുങ്ങളുടെ ജ്യൂസ് എടുക്കുന്ന വിഷയനാണ് ഈ പെണ്ണുങ്ങൾ. ഈ മിക്സിയെ പോലെ. അതെ. അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ പോലും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കരുതില്ല. ചായ കുടിക്കൂ? കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, കുടിച്ചിട്ടാ വന്നത്. തരാനല്ല, ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാറില്ല. സിഗരറ്റ് വലിക്കാറുണ്ടോ? ഇല്ല. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കണം. ദിവസം 2 നേരം വെച്ച് പാല് കുടിച്ചാൽ പറ്റൂ. 2 നേരം വെച്ച് ഞാൻ കുടിക്കാറുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്. എന്നാ ഇന്ന് തന്നെ തുടങ്ങാം. ഡ്രിങ്ക്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. പിടിച്ചോളൂ. 1 2 3. പകരം ഉസ്താദ് ചാടി പിടിച്ചിട്ട് എന്നെ ഇതേപോലെ ചവിട്ടിക്കോ. ദുഷ്ട. കൈക്കെന്ത് പറ്റി? കഷത്ത് വല്ല കുരുവുണ്ടോ? ഞാൻ ജിംനാസ്യത്തിൽ ചേർന്ന അമ്മായി. ഇന്നു മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജു. നീ ഇങ്ങനെ കസർത്തും കാണിച്ചു നടന്നു? അതെ, നാട്ടിൽ കുറച്ച് വായി നോക്കിയതുണ്ട്. അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ